وصلى الله وسلم وبارك على سيد المرسلين وآل كل وصحبه أجمعين. اللهم اغفر لي ولأستاذي ولمصنف هذا الكتاب. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് ത്വഹാറത്തിനെ കുറിച്ചാണ്. എന്താണ് ത്വഹാറത്ത്? ഖാല അല്ലാഹു തആല ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. ത്വഹാറത്ത് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? അയ്യോ, ശുചീകരണം. അള്ളാഹു പറഞ്ഞു ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. അള്ളാഹു നല്ലോണം തൗബ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടും. നല്ലോണം തൗബ ചെയ്യണം, എന്നാലും അള്ളാഹ് ഇഷ്ടപ്പെടുള്ളൂ. എപ്പെങ്കിലും പോയിട്ട് ഇതായിരുന്നിട്ട് അള്ളാഹ് പഠിച്ചാനെ തെറ്റൊക്കെ പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ പോരാ. എപ്പോഴും ഇങ്ങനെ തെറ്റിനെ പൊറപ്പിച്ചോണ്ടിരിക്കണം, ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം പഠിച്ചനോട് പുറത്തു തരണം. അങ്ങനത്തെ ആക്കാണ് തവ്വാബ് എന്ന് പറയാം. വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അതുപോലെ അല്ലാഹു തആല നല്ല ശുദ്ധിയോടെ ജീവിക്കുന്ന ആളുകളെയും അല്ലാഹു തആല ഇഷ്ടപ്പെടും. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിഫ്താഹുസ് സ്വലാത്തി അത്തുഹൂറു. നിസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ശുദ്ധിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിഫ്താഹിന്റെ പ്രത്യേകത എന്താ? അത് അതുകൊണ്ട് ഉപയോഗിച്ചാലേ തുറക്കാൻ കഴിയുള്ളൂ. അപ്പോ നിസ്കാരം ഒരു വീടായിട്ട് സങ്കല്പിച്ചാല് അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യമേ നമ്മുടെ കയ്യിൽ വേണ്ട സാധനമാണ് എന്ത്? തൊഹൂർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ചാവിയോട്, മിഫ്താഹിനോട്, ചാവി എന്നല്ല എല്ലായിടത്തും പറയാ. വേറെ എന്തെങ്കിലും പ്രയോഗം ഉണ്ടോ? കീ എന്ന് പറയൂലേ നമ്മള്, അതിന് വേറെ എന്തെങ്കിലും പ്രയോഗം ഉണ്ടോ നിങ്ങളുടെ നാട്ടില്? കോല്. കോല്. എവിടെയാണ്? കൊല്ലം, തിരുവനന്തപുരം? താക്കോല്. ഓക്കെ. അപ്പോള് വഖാല, നബി തങ്ങൾ പറയുകയും ചെയ്തു, ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ. ശുദ്ധിയോടുകൂടെ അല്ലാത്ത നിസ്കാരം അത് സ്വീകരിക്കപ്പെടൂല. അപ്പോ ശുദ്ധി എന്താണെന്ന്, അപ്പോൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, ഏതൊക്കെ കോലത്തിലാണ് തുഹൂർ ഉണ്ടാവേണ്ടത് എന്നത് പഠിക്കൽ വളരെ അത്യാവശ്യമാണ്. കാരണം നിസ്കരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. ആ ഇബാദത്ത് പൂർണ്ണമാണെങ്കിൽ അത് പഠിച്ചാലേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ എന്താണ് ത്വഹാറത്തു ലുഗത്തൻ അന്നളാഫത്തു? ഭാഷാപരമായിട്ട് ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ നളാഫത്ത്, ക്ലീൻലിനെസ് എന്ന് വേണേൽ പറയാം. ഈ വീഡിയോ ഓണാക്കാൻ പറ്റുന്നവർക്കൊക്കെ ഓണാക്കാട്ടോ. പിന്നെ വൃത്തി ഉണ്ടാവുക, അതിനാണ് ത്വഹാറത്ത് എന്ന് പറയുന്നത്. ശറഇൽ എന്താണ് ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ? മതപരമായിട്ട് ത്വഹാറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റഫ്ഉൽ മൻഇൽ മുതറത്തിബി അലൽ ഹദസി അവിൽ ഖുബ്സി. ഹദസ് കൊണ്ടോ ഖുബ്സ് കൊണ്ടോ രൂപപ്പെടുന്ന മൻഇനെ ഉയർത്തുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു പെണ്ണിന് ഹൈലുണ്ട്. ആ ഹൈലുള്ള സമയത്ത് ആ പെണ്ണ് നിസ്കരിച്ചാല് നിസ്കാരം ശരിയാവൂല, അതൊക്കെ. ഇനി ഹൈൽ നിന്ന് കഴിഞ്ഞാലും അവൾ വലിയ അശുദ്ധിക്കാരിയാണ്. അവൾ എന്താ ചെയ്യേണ്ടത്? കുളിക്കണം. വലിയ അശുദ്ധിയിൽ നിന്നുള്ള കുളി കുളിക്കണം. പുരുഷനാണെങ്കിലോ ജനാബത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അവൻ കുളിക്കണം. അപ്പോ ലാ തുഖ്ബലു സലാത്തുൻ ബിഗൈരി തുഹൂർ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ റഫ്ഉൽ മൻഇൽ മുതറത്തിബി അലൽ ഹദസി അവിൽ ഖുബ്സി. ഹദസ് എന്ന് പറയുമ്പോൾ ഈ രൂപത്തിലുള്ള വലിയ അശുദ്ധി അല്ലെങ്കിൽ ചെറിയ അശുദ്ധി, അതുണ്ടാകുന്ന സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. ചെറിയ അശുദ്ധി ഉണ്ടായാലും പറ്റൂല, വലിയ അശുദ്ധി ഉണ്ടായാലും പറ്റൂല. അതുപോലെ തന്നെ അവിൽ ഖുബ്സി, നജസിന്റെ മേൽ മുതറത്തിബായ മൻഇ എന്ന് പറഞ്ഞാൽ, എൻ്റെ ശരീരത്തിലോ എൻ്റെ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ നജസ് ഉണ്ടെങ്കിൽ അപ്പോ അവിടെ നദാഫത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ള പ്രശ്നമുണ്ട് അവിടെ. ആ പ്രശ്നത്തെ ഉയർത്തുക, ആ മൻഇനെ, വിരോധനയെ
അതിനെ ഉയർത്തുക എന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കുക എന്ന പ്രക്രിയയാണ് ത്വഹാറത്ത് എന്ന് പറയുമ്പോൾ നടക്കുന്നത്. അപ്പോൾ ജനാപത്തുകാരൻ കുളിക്കുമ്പോൾ നടക്കുന്ന പ്രവർത്തനം എന്താ? നിസ്കരിക്കാനുള്ള തടസ്സത്തെ അത് നീക്കുന്നു. വുളു എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നിസ്കരിക്കാനുള്ള തടസ്സത്തെ നീക്കുന്നു. ശരീരത്തിലോ വസ്ത്രത്തിലോ സ്ഥലത്തോ ഉള്ള നജസിനെ നീക്കം ചെയ്യുമ്പോൾ അപ്പം സംഭവിക്കുന്ന എന്താ? അപ്പോഴും നിസ്കരിക്കാനുള്ള തടസ്സത്തെ നീക്കം ചെയ്യുന്നു. ആ തടസ്സം അതിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. നിസ്കരിക്കാൻ മാത്രമല്ല, ഖുർആൻ എടുക്കാനും ഖുർആൻ ഓതാനും അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഈ റഫ്ഉൽ മൻഇ, ഈ മൻഇനെ ഉയർത്തലാണ്. ഒരു എന്താ പറയാ, ഡോണ്ട് എന്ന് പറയുന്ന സംഭവം, ചെയ്യരുത് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ ഉയർത്തിക്കളയാം. അത് ആ അവസ്ഥ എങ്ങനെ ഉണ്ടായത്? അൽ മുത്തറത്തിബി അലൽ ഹദസി, ഹദസിന്റെ മേൽ വന്നു ചേർന്നതാണത്. ഹദസ് എന്ന് പറഞ്ഞാൽ അശുദ്ധി, ചെറിയ അശുദ്ധി ആവട്ടെ വലിയ അശുദ്ധി ആവട്ടെ, അവിൽ ഖുബുസി അല്ലെങ്കിൽ നജസിന്റെ മേൽ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒറ്റ വാക്ക് പറഞ്ഞാൽ, ഒരൊറ്റ വിഭാഗത്തിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കർമ്മശാസ്ത്രപരമായിട്ട് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരത്തിന്, ഇബാദത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന തടസ്സത്തെ നീക്കം ചെയ്യലാണ് ത്വഹാറത്ത് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞു നോക്കി. ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ അശുദ്ധി കൊണ്ടോ നജസ് കൊണ്ടോ ഉള്ള തടസ്സത്തെ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞു നോക്കി. അശുദ്ധി കൊണ്ടോ നജസ് കൊണ്ടോ ഉള്ള തടസ്സത്തെ നീക്കം ചെയ്യുക. അങ്ങനെയല്ല. അശുദ്ധി കൊണ്ടോ നജസ് കൊണ്ടോ രൂപപ്പെടുന്ന തടസ്സത്തെ നീക്കം ചെയ്യുക. എന്താണ് ആ തടസ്സം എന്ന് പറയുന്നത്? നിസ്കരിക്കാൻ പറ്റാത്ത തടസ്സം. നിസ്കരിച്ചുകൂടാലോ അശുദ്ധിയുള്ള ആൾക്ക്, നജസ്സുള്ള ആൾക്ക്. അപ്പൊ മനസ്സിലായല്ലോ. ഇനി വൽ ഹദസു ഹദസാനി. ഇനി നമ്മൾ ആദ്യം അശുദ്ധിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. അശുദ്ധി എന്ന് പറയുമ്പോൾ ഹദസ് എന്ന് പറഞ്ഞാൽ അശുദ്ധി. വൽ ഹദസു അശുദ്ധിയാകുന്നത് ഹദസാനി, രണ്ട് രൂപത്തിലുണ്ട്. ഹദസുൻ അസ്ഗറു വ ഹദസുൻ അക്ബറു. ഒന്ന് അസ്ഗറായ ഹദസാണ്. ഹദസുൻ അസ്ഗറു ചെറിയ അശുദ്ധിയാണ്. വ ഹദസുൻ അക്ബറു വലിയ അശുദ്ധിയുമാണ്. ഇനി ഫത്വഹാറത്തു അനിൽ അവലി അൽ വുളൂഉ. അപ്പോൾ ഒന്നാമത്തെ ചെറിയ അശുദ്ധിയെ തൊട്ടിട്ടുള്ള ശുദ്ധീകരണം എന്ന് പറയുന്നത് എന്താ? അത് വുളൂ ആണ്. വലിയ അശുദ്ധിനെ തൊട്ടിട്ടുള്ള ശുദ്ധീകരണോ? വത്വഹാറത്തു അനിസാനി, രണ്ടാമതിനെ തൊട്ടിട്ടുള്ള ശുദ്ധീകരണം എന്ന് വെച്ചാൽ രണ്ടാമത്തെ വലിയ അശുദ്ധി ഉണ്ടായാലുള്ള ശുദ്ധീകരണത്തിന് എന്താ പറയാ? അൽ ഗുസ്ലു, കുളി വേണം. നമുക്കെല്ലാം അറിയുന്ന കാര്യം തന്നെ. ഇപ്പൊ ചെറിയ അശുദ്ധി ഉണ്ടായാൽ വുളൂ എടുക്കണം, വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണം. ഇനി അൽ വുളൂഉ, വുളൂഇനെ പറ്റിയിട്ടാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ വായിക്കുക. ആരാ വായിക്കുക? ഇലസ്വലാത്തി. ഇത് ഒരായത്താണ്. സൂറത്തുൽ ബഖറയിലുള്ള 222 ആയത്താണത്. ഈ ആയത്തിൽ എന്താണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ കുന്തും ഇലസ്വലാത്തി. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ, ഫഗ്സിലു വുജൂഹക്കും വ ഐദിയക്കും ഇലൽ മറാഫിഖി. നിങ്ങൾ കഴുകുക, വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ കഴുകുക, വ ഐദിയക്കും നിങ്ങളെ കൈകൾ കഴുകുക, ഇലൽ മറാഫിഖി മുട്ടുവരെ കഴുകുക, വംസഹു ബി റുഊസിക്കും നിങ്ങൾ തല തടവുകയും ചെയ്യുക, വ അർജുലക്കും ഇലൽ കഅബൈൻ നിങ്ങളുടെ കാലും കഴുകുക. തല കഴുകുകയല്ല, വംസഹു എന്ന് പറഞ്ഞാൽ തടവുകയും ചെയ്യുക, ബി റുഊസിക്കും നിങ്ങളുടെ തല, നിങ്ങളുടെ മുടി തടവുക, വ അർജുലക്കും ഇലൽ കഅബൈനി നിങ്ങളുടെ കാലുകളെ ഞെരിയാണി വരെ കഴുകുകയും ചെയ്യുക. നമ്മുടെ വുളുവിന്റെ എല്ലാ റുക്കിനുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഒറ്റൊരു
ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ആയത്ത്. ഇതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്ത് പറഞ്ഞു? ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹദസ ഹത്താ യതവല്ലഅ. അശുദ്ധി ഉണ്ടായ ഒരുത്തന്റെ, ചെറിയ അശുദ്ധി ഉണ്ടായ ഒരുത്തന്റെ നിസ്കാരം ഉളു എടുക്കുന്നത് വരെ സ്വീകരിക്കൂല. അശുദ്ധിയുള്ളവന്റെ നിസ്കാരം ഉളു എടുക്കുന്നത് വരെ സ്വീകരിക്കൂല. ഉളു ഇല്ലാതെ ഒരുത്തൻ നിസ്കരിച്ച അവന്റെ നിസ്കാരം സ്വീകരിക്കൂല എന്നർത്ഥം. അൽ വുളൂ ലുഗത്തൻ, ഭാഷാർത്ഥത്തിൽ വുളൂ, വുളൂ എന്ന് പറയുന്ന പദം ഉണ്ടല്ലോ, വുളൂ എന്ന് പറയുന്ന പദം എല്ലാവർക്കും അറിയില്ലേ? അതിന്റെ അർത്ഥം എന്താ? അതാണ് പറയുന്നത്. ഗസ്ലു ബഅദിൽ അഅ്ളാഇ, അവയവങ്ങളിൽ ചിലത് കഴുകുന്നതിനാണ് എന്ത് പറയാ? ഭാഷാർത്ഥത്തിൽ വുളൂ എന്ന് പറയാ. എന്ന് വെച്ചാൽ ഏതെങ്കിലും അവയവം കഴുകിയാൽ മതി. ഞാൻ വെറുതെ എൻ്റെ കാലൊന്ന് ജസ്റ്റ് പള്ളിയിൽ കയറുമ്പം കഴുകി, അല്ലെങ്കിൽ നല്ല ചൂടെടുത്ത സമയത്തൊന്ന് മുഖം കഴുകി, ഇതിനൊക്കെ ഭാഷാർത്ഥത്തിൽ വുളൂ എന്ന് പറയാം. ഭാഷാർത്ഥത്തിൽ വുളൂ എന്ന് പറയാം. ശർഅൻ, അതേ സമയത്ത് ഫിഖ്ഹിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താ വുളൂ എന്ന് പറഞ്ഞാൽ? അത് എവിടെയെങ്കിലും കഴുകിയാൽ അതിനെപ്പറ്റി നമ്മൾ വുളൂ എന്ന് പറയോ? അതില്ല. നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന വുളൂ എന്ന് പറയുന്നത് ഇസ്തിഅമാലുൽ മാഇ, വെള്ളം ഉപയോഗിച്ച് കഴുകലാണ്. ഫി അഅ്ളാഇൻ മഖ്സൂസത്തിൻ, പ്രത്യേകമായ അവയവങ്ങൾ. ഏതാണ് ആ പ്രത്യേകമായ അവയവങ്ങൾ? നമ്മളിപ്പോൾ ആയത്തിൽ പറഞ്ഞു. ഏതൊക്കെ? ഫഗ്സിലു വുജൂഹക്കും, മുഖം, ഐദിയക്കും, കൈകള്, വംസഹു ബിറുഊസിക്കും, തല തടവണം, അർജുലക്കും, പിന്നെ കാല്. അപ്പൊ ഈ പറഞ്ഞ അവയവങ്ങളെ, ഈ പ്രത്യേകമാക്കപ്പെട്ട അവയവങ്ങളെ വെള്ളം എത്തിക്കുന്നതിനാണ് എന്ത് പറയാ? വുളൂ എന്ന് പറയാ. മുഫ്തത്ത്, അത് തന്നെ നീയത്തൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ട്? അതുമില്ല. മുഫ്തതഹം ബി നീയത്തിൻ, നീയത്തോടു കൂടെ തുടങ്ങണം. ഈ മുഖം കഴുകുന്ന സമയത്ത് നീയത്ത് വരണം. വഫുരിദ മഅ സ്വലാത്തി ലൈലത്തൽ ഇസ്രാഇ, ഈ വുളൂ എപ്പാണ് ശറഅക്കപ്പെട്ടത്, നിർബന്ധമാക്കപ്പെട്ടത്? അത് ഇസ്രായിന്റെ രാത്രിയാണ് വുളൂ നിർബന്ധമായത്. കാരണം ഇസ്രായിന്റെ രാത്രിയല്ലേ നിസ്കാരം നിർബന്ധമായത്. അപ്പൊ നിസ്കാരത്തോടൊപ്പം തന്നെ വുളൂ നിർബന്ധമായിട്ടുണ്ട്. അതും ജിബ്രീൽ എന്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാ വേണ്ടതെന്നൊക്കെയുള്ള പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വളരെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. വുളൂവിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഒരായത്ത് ഉദ്ധരിച്ചു, അത് പ്രതിപാദിക്കുന്ന ഒരു ഹദീസ് ഉദ്ധരിച്ചു. പിന്നെ എന്താണ് അതിന്റെ ഭാഷാർത്ഥം, നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്, എപ്പോഴാണ് അത് ശറഅക്കപ്പെട്ടത്, ഈ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും? ലിയാഖത്ത് അലിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജൻഷീർ ഖാൻ, സുബൈർ ഖാ, ആർക്കെങ്കിലും ഉണ്ടോ? അതെ, വഫുരിദ മഅ സ്വലാത്തി, നിസ്കാരത്തോടൊപ്പം തന്നെയാണ് ഇസ്രായിന്റെ രാത്രിയിൽ വുളൂ നിർബന്ധമാക്കപ്പെട്ടത്. ഓക്കെ പോല്ലേ? പിന്നെ ഇനി നമ്മൾ അടുത്ത ചർച്ച ചെയ്യുന്നത് വുളൂഇന്റെ ഷർത്തുകളാണ്. വുളൂ റെഡി ആവണമെങ്കിൽ വുളൂ എടുക്കുന്നതിന് മുന്നേ കുറച്ച് സംഗതികൾ റെഡി ആയിരിക്കണം. വുളൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് നമ്മൾ പറയുന്നത്. വുളൂവിന്റെ ഷർത്ത് 5 എണ്ണാണ്. 1, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? പണ്ട് മദ്രസ പഠിച്ച, പറഞ്ഞോളി. എന്തൊക്കെയാണ് വുളൂവിന്റെ ഷർത്തുകൾ എന്ന് പഠിച്ചിട്ടുണ്ടാവല്ലോ. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പറഞ്ഞു. ഓക്കെ. പിന്നെ ആ ആ ആ ഓക്കെ നമുക്ക് പോയേക്കാം. ഓക്കെ. ഇനി ഷുറൂത്തുൽ വുളൂഇ, വുളൂവിന്റെ ഷർത്തുകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ഷുറൂത്തുഹു ഹംസത്തുൻ, വുളൂവിന് 5 ഷർത്തുകളുള്ളത്. 1, അൽ അവ്വലു മാഉൻ മുത്ലഖുൻ, മുത്തലക്കായ വെള്ളമായിരിക്കണം. മുത്തലക്കായ വെള്ളമായിരിക്കണം എന്ന് നിങ്ങൾ കേട്ടില്ലേ? മുത്തലക്കായ വെള്ളമായിരിക്കണം എന്ന് പറഞ്ഞാൽ നിരുപാധികം വെള്ളമായിരിക്കണം, എന്നുവെച്ചാൽ ത്വഹൂറായ വെള്ളമായിരിക്കണം എന്നർത്ഥം. എന്ത് വെള്ളം പറ്റൂല? റോസ് വാട്ടർ പറ്റൂല. വാട്ടർ തന്നെ നമ്മൾ പറയുന്നത്, പക്ഷെ അത് നിരുപാധികല്ല പറയുന്നത്, ഉപാധിയോടുകൂടിയാണ് പറയുന്നത്. അത് റോസിന്റെ വാട്ടറാണ്. അപ്പൊ അങ്ങനെ ഒരു ഇലാഫത്ത് ഉണ്ടാവരുത്, ഒരു എന്താ പറയാ, ഒരു കണ്ടീഷൻ ഉണ്ടാവരുത്. അതാണ് മുത്തലക്ക് എന്ന് പറയുന്ന അർത്ഥം. നിരുപാധികം പറയാൻ കഴിയുന്ന വെള്ളം എന്നാണ് അതിന്റെ അർത്ഥം.
അപ്പൊ ഏതുപോലെ പിന്നെ സെവനപ്പിന്റെ വെള്ളം എന്ന് പറയാൻ കഴിയില്ല, അത് പറ്റൂല. അല്ലെങ്കിൽ ചായ എന്ന് പറയുമ്പോൾ പിന്നെ വെള്ളം തന്നെ അല്ല, വെള്ളം വേറെ അവസ്ഥ മാറിയതാണത്. എന്ന് വെച്ചാല് നിരുപാധികം വെള്ളമാവണത്, അതേ മുത്തലക്കായമാകുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ വേറൊരു സംഗതി ഉണ്ടാവാൻ പാടില്ല. സാനി രണ്ടാമത്തത്, ജറിയുമായിൻ അല ഉളുവിൻ മഗ്സൂലിൻ, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ചൊരിക്കുക. ഓർമ്മയില്ല, മദ്രസ പഠിച്ചേ അതാണത്. ഇനി മൂന്നാമത്തെ നിബന്ധന എന്താ? അല്ല യകൂന അലൽ ഉളുവി മുഗയ്യിറുൻ ലിൽ മായി, അവയവത്തിൽ വെള്ളത്തിന് പകർച്ച വരുത്തുന്ന ഒന്നും ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ എൻ്റെ കൈമില് കുറച്ച് എന്തുണ്ട്, ഉജാലന്റെ 3-4 തുള്ളികളുണ്ട് ഇവിടെ കൈമില്. ഞാനിപ്പോ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ആ ഉജാലന്റെ വെള്ളമാണ് ഇങ്ങോട്ടൊക്കെ എത്തുക, കളറ് മാറിയ വെള്ളമാണ് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഒഴുകുക. അങ്ങനെ പറ്റൂല. അത് ആദ്യം ഉജാല കൈക്ക് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം, ഞാൻ കഴുകണം. കാരണം വെള്ളത്തിന് പകർച്ച വരുത്തുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവരുത്. ഉജാല നിറത്തിന് വ്യത്യാസം വരുത്തുന്ന ഒരു ഉദാഹരണം, കൈമില് സോപ്പ് ഉണ്ടാവുക, നല്ലോണം ഇവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കേണ്ട സോപ്പ്. ഞാനിപ്പോ ഇങ്ങനെ വെള്ളം അതിന്റെ മേലെ കൂടി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ സോപ്പും വെള്ളമാണ് ഇതിന്റെ അടിയിൽ വരുന്ന ഭാഗങ്ങളിലാവുക. ശുദ്ധിയായ വെള്ളമല്ല ഇവിടെ എത്തുന്നത്. ഇങ്ങനെ വെള്ളത്തിന് പകർച്ച വരുത്തുന്ന, അതിന്റെ നിറത്തിലോ മണത്തിലോ രുചിയിലോ മാറ്റം വരുത്തുന്ന എന്തേലും സാധനം, രുചിയിൽ മാറ്റം വരുത്തുന്ന സാധനത്തിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്റെ കൈമിൽ ഇവിടെ ഈ വെല്ലം ഉരുക്കിയത് നിങ്ങൾക്ക് അറിയില്ല, എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവുമല്ലോ. വെല്ലം ഉരുക്കിയത് എൻ്റെ കൈമിൽ ഇവിടെ കുറച്ചുണ്ടെന്ന് കൂട്ടിക്കോ. അല്ലെങ്കിൽ ഞാൻ നല്ല ഫുഡ് കഴിച്ചിട്ട് വെല്ലം ഉരുക്കിയത് എൻ്റെ ഈ താടീൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട് കുറെ. ഞാൻ അതോടുകൂടി കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഇതാവുന്നത്. അപ്പൊ ഈ വെള്ളത്തിന്റെ നിറം മാറും, അതോടൊപ്പം അതിന്റെ രുചിയും മാറും എൻ്റെ മുഖത്ത് ഇങ്ങനെ ആക്കുന്നതോടുകൂടെ. അപ്പൊ അങ്ങനത്തെ വെള്ളം പറ്റൂല. കാരണം വെള്ളത്തിന് രുചിയിലോ, അതിവിടെ പറഞ്ഞിട്ടില്ല, അത് മനസ്സിലാക്കേണ്ടതാണ്. പകർച്ച വരുത്തുക എന്ന് പറഞ്ഞാൽ രുചിയിലോ നിറത്തിലോ പിന്നെ മണത്തിലോ വെള്ളത്തിന് മാറ്റം വരുത്തുന്ന ഒന്നും കഴുകുന്ന അവയവങ്ങളിൽ എവിടെ ഉണ്ടാവാൻ പാടില്ല. കാരണം അത് വെള്ളത്തെ പകർച്ച വരുത്തും. നിരുപാധികം വെള്ളം എന്നുള്ള അവസ്ഥ പിന്നെ മാറും. പിന്നെ സോപ്പും വെള്ളം കൊണ്ട് കഴുകി എന്ന് പറയേണ്ടി വരും, പിന്നെ പഞ്ചാര വെള്ളം കൊണ്ട് കഴുകി എന്ന് പറയേണ്ടി വരും, പിന്നെ അതുപോലെ എന്തെങ്കിലും വെള്ളം കൊണ്ട് കഴുകി എന്ന് പറയേണ്ട അവസ്ഥ വരും. ഓക്കെ. സാബൂനിൻ, ഉദാഹരണം പറഞ്ഞത് എന്തൊക്കെയാണ്? സാബൂനാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. സാബൂൻ എന്ന് പറഞ്ഞാൽ സോപ്പ്. വസഅഫറ എന്ന് പറഞ്ഞാൽ കുങ്കുമം. കുങ്കുമത്തിന്റെ കളർ നിങ്ങൾക്ക് അറിയില്ല, എന്ത് കളറാ കുങ്കുമം? യെല്ലോ കളറല്ലേ. അപ്പൊ അതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് അതിന്റെ കളർ, ഇപ്പൊ ഉദാഹരണം ഞാൻ ഉജാല സിമ്പിളായി മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണം പറഞ്ഞാണ്. അല്ലെങ്കിൽ കുങ്കുമം ഇതുപോലെ നിറത്തിന് മാറ്റം വരുത്തുന്ന വല്ലതും ഉണ്ടാവുക, അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ. 3 എന്താ ഡൗട്ട് ഉണ്ടോ ജൻഷീർ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. വെള്ളത്തിൻ്റെത് നമ്മളിനി പറയാൻ പോകുന്ന വിഷയം കൂടിയാണത്. അതിപ്പോ വെള്ളത്തിൽ ഇപ്പൊ കടലിൽ നിന്ന് വെള്ളം കുടി ഒതുകൊടുക്കാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതെ, വെള്ളത്തിൽ വെള്ളം കൊടുക്കാൻ പറ്റില്ല എന്നാണ് വരേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞ പ്രകാരം. പക്ഷെ കടലിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റും. കാരണം അതിന്റെ ഉപ്പ് എന്ന് പറയുന്നത് പ്രശ്നമല്ല, അത് കടലിൽ നിന്നുള്ള അതിന്റെ സ്വഭാവത്തിലുള്ള ഉപ്പാണ്. അതുകൊണ്ട് രുചിയിൽ വ്യത്യാസം വരുന്നത് കുഴപ്പമില്ല. എന്നതുപോലെ ചില സ്ഥലങ്ങളിൽ ഈ കടൽ ഭാഗത്ത്, അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോഴൊക്കെ, അല്ലെങ്കിൽ പല കൺട്രികളിലും ഈ വെള്ളത്തിനൊരു ഉപ്പ് രുചി ഉണ്ടാവും ചെറുതായിട്ട്. അത് കുഴിച്ചെടുക്കുന്ന വെള്ളത്തിന് തന്നെ ഉള്ള സാധനമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് അത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ടൗണുകളിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഈ ക്ലോറിൻ ഇട്ടിട്ടുള്ള വാട്ടറിന്റെ പ്രശ്നമാണ് നമ്മൾ വേറൊന്ന് പറഞ്ഞത്. ക്ലോറിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ചെറിയൊരു രുചി ഉണ്ടാവും ക്ലോറിന്റെ, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞേ? ഓക്കെ. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അത് വെള്ളത്തിനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലേ വെള്ളത്തിൽ?
അപ്പം അതിനെ പറ്റിയിട്ട് നല്ലോണം ബ്ലീച്ചിങ് പൗഡർ ഉള്ളതാണെങ്കിൽ പറ്റൂല, ഭയങ്കരമായിട്ട് രുചി ഉണ്ടെങ്കിൽ. അതേസമയത്ത് ചെറിയൊരു ഇതേ ഉള്ളൂ, അങ്ങനെ ബ്ലീച്ചിങ് വെള്ളം എന്ന് പറയേണ്ട അവസ്ഥ എത്തിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ പറ്റും എന്നതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ചില അവസ്ഥകളിൽ നമുക്ക് അതല്ലാത്ത കിട്ടൂല, അങ്ങനത്തെ അവസ്ഥയാണെന്ന് പിന്നെ അതന്നെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല അന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതുപോലെ ഈ ശുദ്ധീകരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് ശുദ്ധീകരിച്ചിട്ട് വരുന്ന വെള്ളം, ആ വെള്ളത്തെ പറ്റിയും പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്, പറ്റൂല പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം അതിൻ്റെ വിഷയം എന്താന്ന് പറഞ്ഞാൽ, ശരിക്കും അശുദ്ധി അങ്ങ് ഉയർന്നു പോകണം വെള്ളത്തിൻ്റെ. അത് ഉയർന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ബേസ് വെച്ചിട്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത്. അപ്പൊ ചിലർ പറയുന്നത് ഈ ബ്ലീച്ചിങ് പൗഡറിന്റെ പവർ കൊണ്ട് അത് ഉയർന്നു പോവല്ല ചെയ്യുന്നത്, അതിനുള്ളിൽ ഇങ്ങനെ മറഞ്ഞു കിടക്കുക ചെയ്യുന്നത്, അതല്ല ഉയർന്നു പോകുന്ന ഉണ്ട്. രണ്ടഭിപ്രായം അതിലുണ്ട്. ഏതായാലും അങ്ങനെ പെടുന്ന സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അത് തന്നെ ഭയങ്കരമായിട്ടുള്ള രുചി മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം അത് നമ്മൾ കുഴിച്ചെടുക്കുന്ന വെള്ളം പോലെയോ കടലിലുള്ള വെള്ളം പോലെയോ അല്ല. കാരണം അത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൊരു കേസാണ്. ഇപ്പോൾ ഏതുപോലെ ഞാനിപ്പോൾ ഒരു പാട്ട വെള്ളം എടുത്തു, ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട വെള്ളം എടുത്ത് ഞാൻ കുറേ ഒരു പിടി ഉപ്പ് കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിലിട്ട് ഉപ്പ് വെള്ളമാക്കിയതിനെ, അതിനെ കൊണ്ട് എനിക്ക് ഒതുക്കാൻ പറ്റുമല്ലോ? അത് പറ്റൂല. കടലിൽ നിന്നുള്ള വെള്ളം കൊണ്ട് ഒതുക്കാം, ഉപ്പ് ഇട്ടിട്ടുള്ള വെള്ളം കൊണ്ട് പറ്റൂല. വ്യത്യാസം മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഉത്തരമായിട്ടുണ്ടോ? ഇനി വൽ ഹാമിസു അവിടെ എത്തിയിട്ടില്ല അല്ലേ? ഇനി നാലാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് അല്ലാ യകൂന അലൈഹി ഹായിലുൻ, കഴുകുന്ന ഒരു അവയവത്തിന്റെ മേലിലും ഒരു മറയും ഉണ്ടാവാൻ പാടില്ല. മറ സൃഷ്ടിക്കുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്താണ് അതിന് ഉദാഹരണം? കപിലാഇൻ, ഈ പെയിന്റ് പോലെ, വശംഇൻ, ഷംഅ എന്ന് പറഞ്ഞാൽ ഈ മെഴുക് പോലെ, വദുഹിനിൻ, എണ്ണ പോലെ. ദുഹിൻ എന്ന് പറഞ്ഞാൽ എണ്ണ ജാമിദാവണം. വദുഹിനിൻ ജാമിദിൻ, കട്ട പിടിച്ചിട്ടുള്ള എണ്ണ. കട്ട പിടിച്ചിട്ടുള്ള എണ്ണന്റെ പ്രത്യേകത എന്താ? ഒന്നും അങ്ങോട്ട് പോകില്ല എന്നുള്ളതാണ്, വിലക്കൂടി ഇങ്ങനെ പോവുള്ളൂ വെള്ളം. വഹിബിരിൻ, ഹിബിർ എന്ന് പറഞ്ഞാൽ മഷി. മഷി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നല്ലോണം എന്ന് വെച്ചാൽ ഇങ്ങനെ നീങ്ങുന്ന കോലത്തിൽ മഷിയുണ്ട്, എന്നാ പറ്റൂല. വഹിന്ന ഇൻ, അതുപോലെ തന്നെ ഹിന്ന എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, നമ്മളെ മൈലാഞ്ചി ഇല്ലേ, മൈലാഞ്ചി, അതുപോലെ. മൈലാഞ്ചി എന്ന് പറയുമ്പോൾ സാധാ മൈലാഞ്ചി അല്ല ഉദ്ദേശിക്കുന്നത്, ഈ പൊളിച്ചാൽ ഇങ്ങനെ കിട്ടുന്ന ഒരു തരം മൈലാഞ്ചി ഉണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായോ? അതല്ല ഉദ്ദേശിക്കുന്നത്. ആ സാധനം മുകളിലുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അത് കൊടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് മനസ്സിലായോ? അതേപോലെ തന്നെ എന്താ പറയാ, മൊയിലാഞ്ചിന്റെ നിറം ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊളിച്ചു നോക്കിയാൽ ഇങ്ങനെ കിട്ടുന്ന സാധനമാണെങ്കിൽ പറ്റൂല എന്നുള്ളതാണ്. എന്താ വെച്ചാൽ നമ്മളെ തൊലീന്റെ മേലെ കിടക്കുന്ന ഒരു സാധനമായിട്ട് തന്നെ ഇങ്ങനെ ഇത് സാധനം കിട്ടും. അങ്ങനെയുള്ള ഏത് മൊയിലാഞ്ചിയും പറ്റാത്തതാണ്. ഇന്നുള്ള പല മൊയിലാഞ്ചികളും അതിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ്. ചില മൊയിലാഞ്ചികളൊക്കെ ഭയങ്കരമായിട്ട് ചോപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് തിരിയാൻ നിങ്ങൾ നഖത്തുമ്മിലൊക്കെ ഉള്ള പെയിന്റ് ഇത് നോക്കിയാൽ മതി, ഇങ്ങനെ കിട്ടുമ്പോൾ കറക്റ്റ് ഇങ്ങനെ പൊളിഞ്ഞു വരും. അപ്പം അങ്ങനത്തെ മൊയിലാഞ്ചികൾ വെള്ളം കയറുന്നതിന് തടസ്സമാകുന്ന ഈ ഹായിലിൽ പെട്ടതാണ്, അതുപോലത്തെ ഉണ്ടാകാൻ പാടില്ല. ഇനി വമിനൽ ഹായിലി, ഇനി ഈ എന്താ പറയാ, അവയവത്തിൽ വെള്ളം ചേരുന്നതിന് തടസ്സം എന്ന് പറഞ്ഞതിൽ പെട്ടത് തന്നെയാണ് അൽ വസഹു തഹ്തൽ ളുഫ്രി. ഈ നഖം നല്ല വലുതായി കഴിഞ്ഞാൽ നഖത്തിൻ്റെ ഉള്ളിലും വെള്ളം എത്തണമല്ലോ. അപ്പോൾ നഖം വലുതാക്കുന്ന ആൾക്കാർ നല്ലോണം ശ്രദ്ധിച്ചിട്ട് അത് കൊടുക്കണം. അപ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ ഈ വുളുവിന് തടസ്സമാകുന്ന കാര്യത്തിൽ പെട്ടത് തന്നെയാണ് നഖത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ചെളി എന്ന് പറയുന്നത്. അൽ വസഹു എന്ന് പറഞ്ഞാൽ ചളി. മിൻ ഗുബാരിൻ, വമിനൽ ഹായിലി അൽ വസഹു തഹ്തൽ ളുഫ്രി, നഖത്തിന്റെ അടിയിലുള്ള വസഹ്, ചെളി. കാരണം എന്താ? അത് അതിന്റെ ഉള്ളിലുള്ള ഭാഗത്ത് വെള്ളത്തിന്റെ സ്ഥലമാണ്, അവിടെ വെള്ളം എത്തൂല ആ സാധനം ഉണ്ടെങ്കിൽ. എന്നതുകൊണ്ട് അത് പറ്റൂല എന്നാണ് ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞത്. അവിടെയും വെള്ളം എത്തിക്കണം. അപ്പോൾ ആ വസഹ അവിടെ ഉണ്ടാകാൻ പാടില്ല, കൈയിൻ്റെ ഉള്ളിൽ ചെളി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബിൽ മുഅ്തമദ് അഭിപ്രായം. ഖിലാഫല്ലി ജംഇൻ, എന്നാൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ അത് കുഴപ്പമില്ല, അതൊക്കെ ഒഴിവാക്കി, അതത്ര പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടം പണ്ഡിതന്മാരുണ്ട്. മിൻഹുമുൽ ഗസാലിയു വസ്സർക്കശിയു, ഇമാം സർക്കശി, ഇമാം ഗസാലി ഒക്കെ പറഞ്ഞത്
അത് കുഴപ്പമില്ല എന്നാണ്. വകദാ വസഹുൻ മിൻ ഗുബാരിൻ, ആ മസല കറക്റ്റ് മനസ്സിലാക്കണം. ഷാഫി മദബിൽ മുഴത്തമതായ പ്രബലമായ അഭിപ്രായ പ്രകാരം നഖത്തിന്റെ ഉള്ളിലും വെള്ളം എത്തണം, അതെല്ലാം എത്തിയിരിക്കണം. അപ്പൊ അതിന് തടസ്സമാകുന്ന ചെളി ഉണ്ടായാൽ വുളു ശരിയാവൂല എന്നുള്ളതാണ് ഷാഫി മദബിൽ പ്രബലാഭിപ്രായം. അപ്പോൾ വളരെ പിന്നെ ഗസാലി ഇമാമും സർക്കശി ഇമാമും പറഞ്ഞ ഒരു അതുപോലെ കുറച്ച് പണ്ഡിതന്മാർ പറഞ്ഞ ഒരഭിപ്രായമാണ്, എന്നാൽ അതുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അമലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ചെളിയില്ലാതെ നമ്മളെ നഖം സൂക്ഷിക്കണം, വലുതാകുന്നതിനനുസരിച്ച് മുറിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആരെങ്കിലും ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഷാഫി മദ്ഹബാണ്, പറ്റൂല എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. വകദാ വസഹുൻ മിൻ ഗുബാരിൻ, പിന്നെ അതുപോലെ തന്നെയാണ് ചെളിയുടെ കൂട്ടത്തിൽ തന്നെ പെടുന്നതാണ് വസഹുൻ മിൻ ഗുബാരിൻ. ഈ നല്ല വേർക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ഈ നല്ല പൊടിപടലങ്ങളുള്ള സ്ഥലത്ത് പണിയെടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ശരീരത്തിൽ നിറച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ രോമത്തിന് ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ചെളി ഉണ്ടാവുക, അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ വകദാ വസഹുൻ മിൻ ഗുബാരിൻ, പൊടി കാരണത്താലുള്ള പൊടിയിൽ നിന്നുള്ള ചെളി, ദൂനൽ അറത്തി അൽ മുത്തജമ്മിദി എന്ന് വെച്ചാൽ, അപ്പോൾ ഈ പൊടി കൊണ്ടുണ്ടായ ഈ ചളി ഏതിൽ തന്നെ പെടും, മറയിൽ തന്നെ പെടും. കാരണം അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് വെള്ളം എത്തിക്കൊള്ളണമെന്നില്ല, അത് നല്ലോണം കൈക്ക് പോക്കണം എന്നർത്ഥം. അങ്ങനെ ജസ്റ്റ് മേലെ കൂടി പറഞ്ഞാൽ പോരാ എന്നാണ് പറയുന്ന അർത്ഥം. ദൂനൽ അറക്കിൽ മുത്തജമ്മിദി, ചിലപ്പോ ഈ വിയർപ്പ് ചിലപ്പോൾ എന്ത് ചെയ്യും, കട്ട പിടിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ടോ? വിയർപ്പ് കട്ട പിടിക്കാൻ നമുക്ക് അനുഭവം ഇല്ലാത്തൊരു സാധനമാണെന്ന് തോന്നുന്നു അല്ലേ? ഏതായാലും അങ്ങനെ കട്ട പിടിച്ച വിയർപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം അത് കഴുകുമ്പോൾ എന്തായാലും പോകും ഏകദേശം എന്നതാണ് പറഞ്ഞത്. ആ സമയത്ത് ചെളി അല്ല മണ്ണ് അതേപോലെ കട്ട പിടിച്ച് കിടക്കേണ്ട, അതിനെ മേലെ കൂടി ജസ്റ്റ് വെള്ളം ഒഴിച്ചോണ്ട് ഫുള്ള് പോയിക്കൊള്ളണമെന്നില്ല, അപ്പൊ പോക്കിയിട്ട് തന്നെ കഴുകണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വദൂന അസരിൽ ഹിബിരി വ അസരിൽ ഹിന്നായി, നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞിരുന്നു, എന്തിന്റെ തടസ്സത്തിന്റെ ഉദാഹരണം പറഞ്ഞതിൽ മൈലാഞ്ചി എന്ന് പറഞ്ഞിരുന്നു. അത് മൈലാഞ്ചി കൊണ്ട് ഉദ്ദേശിക്കുക ആ മുകളിൽ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് വെക്കൂലേ, ആ മൈലാഞ്ചിയും കൂടെ അതിന്റെ ഉദ്ദേശമാണ്. അപ്പൊ അതിന് മേലെ കൂടി വെള്ളം വെച്ചാൽ പോരാലോ, അത് പോക്കണല്ലോ എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി പ്രശ്നമില്ലാത്ത മൈലാഞ്ചി ഏതാ? വദൂന അസരിൽ ഹിബിരി, അത് ഈ എഴുതിയതിന്റെ അസർ ഉണ്ടാവുക. ഹിബിർ എന്ന് പറഞ്ഞാൽ മഷിയുടെ അസർ പ്രശ്നമല്ല. ഇപ്പൊ നമ്മൾ കൈമിൽ ഒരു നല്ലൊരു പേനാനെ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള കുറച്ച് നമ്മളിങ്ങനെ വെള്ളം കൊണ്ട് പോക്കിയാലും ചെറിയൊരു അടയാളം അവിടെ ഇങ്ങനെ കാണും, ശരിയല്ലേ? അത് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. ദൂന അസരിൽ ഹിബിരി വ അസരിൽ ഹിന്നായി, മൈലാഞ്ചിയുടെ അസറും പ്രശ്നമില്ല. ഇപ്പൊ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊളിച്ചാൽ കിട്ടാത്ത കോലത്തിലുള്ള മൈലാഞ്ചി ഇങ്ങനെ നിൽക്കൂലേ, ആ മൈലാഞ്ചി പ്രശ്നമില്ല, നമ്മുടെ സാധാരണ മൈലാഞ്ചി. ഇനി വൽ ഖാമിസു, അഞ്ചാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ വുളുവിന്റെ ഷർത്ത് എന്താ? മഅരിഫത്തു ദുഖൂലിൽ വക്തി. അതിപ്പോ നമുക്ക് പൊതുവെ ഉള്ള ആൾക്കാർക്കുള്ള കേസല്ല. ഈ അഞ്ചാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് അത് മൂത്രവാർച്ചക്കാരൻ നിത്യാശുദ്ധിക്കാരിക്കും നിത്യമായിട്ട് അശുദ്ധി ഉണ്ടാവുന്ന ആൾക്കുമാണ് ഈ അഞ്ചാമത്തെ ഷർത്ത് ആവശ്യമായി വരുന്നത്. അതെന്താ? മഅരിഫത്തു ദുഖൂലിൽ വക്തി, സമയം പ്രവേശിച്ചിട്ടുണ്ട് എന്ന് അറിയണം. എന്ന് വെച്ചാല് ഇപ്പോ ഒരുത്തനിക്ക് ഇപ്പോഴും ഇങ്ങനെ മൂത്രം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ അസുഖമുള്ള ആളാണ്. ഫോർ എക്സാമ്പിൾ ഈ പൈപ്പ് ഇടുന്ന ആളാണെന്ന് കൂട്ടിക്കോ നിങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഇങ്ങനെ പോകുന്ന ആളാണ്. അങ്ങനത്തെ ആളെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? വുളു എടുക്കേണ്ടത്? അയാൾക്ക് വുളു നേരത്തെ വാങ്ങ് കൊടുക്കുന്നതിന് മുന്നേ വുളു എടുക്കാൻ പറ്റൂല ആ നിസ്കാരത്തിനുള്ള. അയാൾക്ക് നിസ്കരിക്കണമെങ്കിൽ അയാൾക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വുളു എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ സമയം പ്രവേശിച്ച് എന്ന് അറിഞ്ഞാലേ അയാൾക്ക് വുളു എടുക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതുപോലെ തന്നെ ആരും ഈ കസലിസിൻ ലിദായിമി ഹദസിൻ, നിത്യാശുദ്ധിക്കാരന് ആ സമയം പ്രവേശിച്ച് എന്നുള്ളത് അറിയണം, എന്നാലേ വുളു എടുക്കാൻ പറ്റുള്ളൂ, എന്നാലേ ആ വുളു വാലിഡായിട്ട് നിസ്കാരത്തിന് പറ്റുള്ളൂ. കസലിസിൻ, ആരാണ് ഈ നിത്യാശുദ്ധിക്കാരൻ? കസലിസിൻ, ഈ മൂത്രവാർച്ചക്കാരനെ പോലെ എപ്പോഴും മൂത്രം പോകുന്ന, ഈ ട്യൂബ് ഇടുന്ന, അങ്ങനത്തെ പ്രയാസമുള്ള ആൾ ഉദാഹരണം. വേറൊരു ഉദാഹരണം ആരാ? മുസ്തഹാലത്ത്, ഈ പിന്നെ ഹൈല് കൂടുതലായി വരുന്ന പെണ്ണ്. കൂടുതലായി വരിക എന്ന് പറഞ്ഞാൽ ഹൈലിന്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് 15 ദിവസം വരെയാണ് മാക്സിമം ഹൈൽ ഉണ്ടാവുക. സാധാരണ പെണ്ണുങ്ങൾക്ക് 4, 5, 6 ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുക. ആ സമയത്ത് ചിലർക്ക് അത് പരമാവധി 15 ദിവസം വരെ ഉണ്ടാവാൻ പറ്റും. ചിലവർക്ക് അതൊരു അസുഖമായിട്ട്
15 ദിവസം കഴിഞ്ഞിട്ടും ചിലപ്പോൾ 18-20 ദിവസങ്ങളൊക്കെ വരും. അപ്പൊ 15ാമത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് നിസ്കരിക്കൽ നിർബന്ധമാണ്. അതിനുശേഷം വരുന്ന രക്തത്തെ പറ്റിയിട്ട് ഹൈദ് എന്ന് പറയൂല. ആ രക്തത്തെ പറ്റിയിട്ട് പറയുന്ന പേരാണ് ഇസ്തിഹാവത്ത്. നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ്, പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ പെണ്ണിന് നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? വുളു എടുക്കണമെങ്കിൽ ബാങ്ക് കൊടുത്ത് സമയമായി എന്നുള്ള ഉറപ്പ് വേണം. സമയമായാലേ ആ പെണ്ണിന്റെ വുളു പ്രകാരം ആ പെണ്ണിനെ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ് പറഞ്ഞത്. നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലൊക്കെ ഉള്ള ചിലപ്പോൾ ഉണ്ടാവുന്ന വളരെ അപൂർവമായിട്ടുണ്ടാവുന്നതാണ് ലേഡീസിൽ ഈ പറയുന്ന പ്രശ്നം. അതുപോലെ തന്നെ പിന്നെ പ്രായമായ രോഗികളായ ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവുന്ന കേസാണ് ഈ മൂത്രം വാർച്ച ഉണ്ടാവുക എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഒളു കൊണ്ട് 2 നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂല. അവർക്ക് ഒളു എടുക്കണമെങ്കിൽ തന്നെ സമയം പ്രവേശിച്ചെന്ന് അറിയണം. ഇപ്പം മഗ്‌രിബിന് ബാങ്ക് കൊടുത്തതിന് ശേഷമേ ഒളു എടുക്കാൻ പറ്റുള്ളൂ. ഇശാഇന് ബാങ്ക് കൊടുത്തതിന് ശേഷം ഒളു എടുത്തിരിക്കണം. ഇതാണ് അവർക്കുള്ള നിസ്കാരത്തിന്റെ രൂപം, ഒളു എടുക്കുന്ന രൂപം. ഇനി നിസ്കരിക്കേണ്ട സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയും. അതാണ് ഇനി അടുത്ത ചർച്ച ചെയ്യുന്നത് തന്നെ അതാണ്, ദായിമുൽ ഹദസ്. അടുത്ത ഹെഡിങ്ങിന് ശേഷം വരുന്നത് എങ്ങനെയാണ് ദായിമുൽ ഹദസ്, ഈ നിത്യാശുദ്ധിയുള്ള ആൾ വുളു എടുക്കേണ്ടത്, നിസ്കരിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിപ്പം വുളുവിന്റെ നിബന്ധനകൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നെന്താ? നിരുപാധികം പറയപ്പെടുന്ന വെള്ളമാവണം എന്ന് പറഞ്ഞാൽ എന്തായാലും ഉദ്ദേശം? നിരുപാധികം വെള്ളം കൊണ്ട് നമ്മൾ പറഞ്ഞെന്താ? അതിന് കലർപ്പില്ലാത്ത വെള്ളമായിരിക്കണം. രണ്ടാമത് പറഞ്ഞത് വെള്ളം എത്തണം. മൂന്നാമത്തതോ? ഓക്കെ. നാലാമത്തെ വേറെ ആരെങ്കിലും പറയും? നാലാമത്തെ ആരാ പറയുന്നേ? ഓക്കെ. പിന്നെ അഞ്ചാമത്തതോ? നിത്യാശുദ്ധിക്കാരനിക്ക് സമയം പ്രവേശിക്കുന്നത് അറിയണം, അല്ലേ? നമ്മളിപ്പോ പറഞ്ഞേ. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ദായിമുൽ ഹദസ്, നിത്യാശുദ്ധിക്കാരൻ. ചോദിച്ചോ. അത് ശരിയാവൂല. ഇല്ല. അത് ഹുഫ ഇല്ല, വേറെ മദ്ഹബിലും എൻ്റെ അന്വേഷണത്തിൽ ഇല്ല എന്നാണ് മനസ്സിലായത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, വേറെ മദ്ഹബിൽ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞത് അത് റെഡിയാവാനുള്ള സാധ്യത ഇല്ല എന്നുള്ള രൂപത്തിലാണ് പ്രതികരിച്ചത്. ഇനി ഏതെങ്കിലും മദ്ഹബിൽ വളരെ ഗരീബായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല. അന്വേഷണ പ്രകാരം അതില്ല എന്നാണ് മനസ്സിലായത്. അപ്പോൾ അത് ചെയ്യുന്നത് പാടില്ലാത്തതാണ്. കാരണം ഹുഫ തടവ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ മദ്ഹബിലും മറ്റു മദ്ഹബുകളിലൊക്കെ ഉണ്ട്, ഹദീസിലൊക്കെ വന്ന സംഭവമാണ്. അത് ഹുഫയാവണം. ഹുഫാന്റെ നിബന്ധനകളും അതിന്റെ തടവുന്ന രൂപങ്ങളൊക്കെ നമ്മളിപ്പോൾ പറയും, വരുന്നുണ്ട് തൊട്ട് താഴെയായിട്ട്. ഹുഫ ചുരുക്കി പറയുകയാണെങ്കിൽ, ഹുഫ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു പാട്ട വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ കാലുമ്മിൽ തട്ടരുത്, ആ കൊലത്തിൽ മറയുന്ന സാധനങ്ങൾക്ക് ഹുഫ എന്ന് പറയുള്ളൂ. ഈ തോല് കൊണ്ടും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സാധനം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ചിലപ്പോൾ ഹുഫാന്റെ പരിധിയിൽ വരും. അതുപോലെ തന്നെ വേറൊരു നിബന്ധനയാണ്, ഇതിങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാവണം, ഓപ്പൺ ആവരുത്. ഞെരിയാണിന്റെ മുകൾ വരെ ഇങ്ങനെ കവർ ചെയ്തിട്ട് വേണം. എന്നുവെച്ചാല് വെള്ളം ഒഴിച്ചാലും കാലുമ്മൽ എത്തൂല, പിന്നെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്, കാണുമൊന്നുമില്ല. ആ കോലത്തില് യാത്രക്കാരൊക്കെ പണ്ട് ചെയ്യുന്നതാണത്, അറബികള്. അങ്ങനത്തെ സാധനങ്ങൾക്ക് ഹുഫ എന്ന് പറയുള്ളൂ. അതല്ലാതെ ഈ ഷോക്സ് ആ കോലത്തില് ശരിയാണ്, കാണൂല, മറിഞ്ഞിട്ടുണ്ട്, പക്ഷെങ്കിൽ വെള്ളം ഒഴിച്ച ഉള്ളിൽ പോകൂലേ, തുണിയല്ല സാധനം. അപ്പം ഹുഫ എന്നതിനെ പറ്റി പറയൂല. ഹുഫ തടവ എന്നുള്ളതിന്റെ പരിധിയിൽ അത് വരുന്നതല്ല എന്നാണ് ആവശ്യത്തിൽ പറയാനുള്ളത്. ഇനി വേറൊന്നും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി നിത്യാശുദ്ധിക്കാരനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ലാ യതവല്ലഉ ദായിമുൽ ഹദസി ലിഫർളിൻ ഔ നഫ്ലിൻ മുഅഖത്തിൻ ഇല്ലാ ബഅദ ദുഖൂലി വഖ്തിഹി. നിത്യാശുദ്ധിക്കാരൻ വുളു എടുക്കണമെങ്കിൽ, അവൻ്റെ വുളു വാലിഡ് ആവണമെങ്കിൽ അവനിക്ക് എപ്പോഴാണത് പറ്റുള്ളൂ? നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. നിസ്കാരത്തിന്റെ സമയം
പ്രവേശിച്ചതിന്റെ ശേഷം മാത്രമേ പറ്റുള്ളൂ. ഏതൊക്കെ നിസ്കാരങ്ങൾ? എല്ലാ നിസ്കാരം അതേപോലെയാണോ? അല്ല. ഫർലായ നിസ്കാരങ്ങളുടെയാണ് പറഞ്ഞത്. ഒന്ന്, ഫർലായ നിസ്കാരങ്ങളാണ് ഒന്ന്. രണ്ട്, മുഅക്കത്തായ നിസ്കാരം. ഉദാഹരണത്തിന് ളുഹ നിസ്കാരം. ളുഹ നിസ്കാരം എന്ന് പറയുന്നത് ഒരു സമയത്തോട് ബന്ധിച്ച നിസ്കാരമാണ്, അല്ലേ? വിത്ർ നിസ്കാരം എന്ന് പറയുന്നത് ഒരു സമയത്തോട് ബന്ധിച്ച നിസ്കാരമാണ്. ഇതുപോലെയുള്ള സമയബന്ധിതമായ നിസ്കാരങ്ങൾക്കൊഴികെ, സമയബന്ധിത അല്ലാത്ത നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തഹിയ്യത്ത് നിസ്കാരം, പള്ളി പ്രവേശിക്കുന്ന നിസ്കാരം, അതിന് പ്രത്യേകമായിട്ടൊരു സമയമൊന്നുമില്ല, ഏത് സമയത്ത് പോയാലും നിസ്കരിക്കാം. അപ്പോൾ സമയത്തോട് ബന്ധപ്പെട്ട നിസ്കാരം, അതുപോലെ സുന്നത്ത് നിസ്കാരം, അതുപോലെ ഫർള് നിസ്കാരങ്ങൾ, ഈ നിസ്കാരങ്ങൾക്ക് നിസ്കരിക്കണമെങ്കിൽ അതിന്റെ സമയമായാലേ ഒളു എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആ പറഞ്ഞ മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് നിത്യാശുദ്ധിക്കാരനെ കുറിച്ചാണെന്നുള്ളത് ഓർമ്മ വേണം. പൊതുവെയുള്ള കേസല്ല. ഇപ്പൊ സുബീന്റെ വുളു കൊണ്ട് എന്താ പറയാ, ളുഹ നിസ്കരിക്കുന്നതിന് പ്രശ്നമില്ല അതുവരെ ഉണ്ടെങ്കിൽ. നിത്യാശുദ്ധിക്കാരനിക്ക് പറ്റൂല എന്ന് നമ്മളിപ്പോൾ പറഞ്ഞത്. നിത്യാശുദ്ധിക്കാരനിക്ക് വുളു എടുക്കണമെങ്കിൽ ളുഹാന്റെ വക്ത് തുടങ്ങണം. അതുപോലെ ഫർള് നിസ്കാരങ്ങൾക്കും അതേപോലെ തന്നെ. പിന്നെ ഓരോ ഫർള് നിസ്കാരത്തിനും ഓരോ വുളു എടുക്കണം എന്ന് അപ്പം മനസ്സിലായി. ഇനി ദായിമുൽ ഹദസി ലാ യതവല്ലഉ, അത് നമ്മൾ പറഞ്ഞു. വലാ യുസല്ലി ബി വുളൂഇൻ ഇല്ലാ ഫർളൻ വാഹിദൻ, അതാണ് പറയുന്നത്. ഒരു വുളു കൊണ്ട് ഒരു ഫർളേ എനിക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഒരു ഫർള് കൊണ്ട് ഒരു ഒരു ഫർള് കൊണ്ട് ഒരു വുളു കൊണ്ട് ഒരു ഫർള് നിസ്കാരം നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഓന് മഗ്രിബും ഇശാവും ഒറ്റ വുളുവിൽ തീർക്കാൻ പറ്റൂല എന്നർത്ഥം. വ യുസല്ലി മിനൻ നവാഫിലി, സുന്നത്ത് നിസ്കാരങ്ങൾ അവനിക്ക് നിസ്കരിക്കാം. മാഷാ, ഉദാഹരണത്തിന് നിത്യാശുദ്ധിക്കാരന് ഇശാഇന് ഒരു വുളു എടുത്ത് റെഡിയായി കഴിഞ്ഞാൽ ഇശാ നിസ്കരിച്ച് അതിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച് അതിന് ശേഷമുള്ള വിത്ർ നിസ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വിത്ർ സുന്നത്തുകൾ എത്ര നിസ്കരിക്കാം. വ യജിബു അലൈഹി ഗസ്ലുൽ ഫർജി വ ഇബ്ദാലുൽ ഖുത്നത്തില്ലത്തി ബിഫമിഹി വ തജ്ദീദുൽ ഇസാബത്തി ലികുല്ലി ഫർളിൻ വൽ മുബാദറത്തു ബിസ്സലാത്തി. നിത്യാശുദ്ധിക്കാരെന്ന് പറയുമ്പോൾ ഈ മൂത്രം, അത് അല്ലെങ്കിൽ മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസം ഉണ്ടാവുമല്ലോ, പൊതുവെ മൂത്രം ഉണ്ടാവുക. കാഷ്ടം വരുന്ന നിത്യാശുദ്ധിക്കാരൻ്റെ കാഷ്ടവും ഒക്കെ സെയിം കേസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമാകും. എന്താ നിർബന്ധമാകുന്നത്? അവര് ഗുഹ്യഭാഗം കൃത്യമായിട്ട് കഴുകുക. എന്നിട്ട് കഴുകിയ ഉടനെ തന്നെ വ ഇബ്ദാലുൽ ഖുത്നത്തില്ലത്തി ബി ഫമിഹി, അവൻ്റെ ഈ പിന്നെ ഗുഹ്യ ഭാഗത്ത് അല്ലെങ്കിൽ അവളുടെ ഗുഹ്യ ഭാഗത്ത് അവിടെ വെച്ചിരിക്കുന്ന ഒരു പഞ്ഞുണ്ടാവുമല്ലോ, ഇതിനെ ഒരു ഒലിച്ച് വരാതിരിക്കാൻ വേണ്ടി വെച്ചേ, അല്ലെങ്കിൽ നമ്മളെ ഇത് അറിയാം, നമ്മൾ നാട്ടിലുള്ള ഇപ്പോഴുള്ള പമ്പേഴ്സ് എന്ന് പറയുന്ന സാധനം, അത് നീക്കം ചെയ്യുക. എന്നിട്ട് വ തജ്ദീദുൽ ഇസാബത്തി, പിന്നെ അങ്ങനെ ആ പഞ്ഞി മാറ്റി വേറെ പഞ്ഞി വെക്കണം. എന്നിട്ട് തുണിയും വെക്കണം. വ തജ്ദീദുൽ ഇസാബത്തി, എന്നിട്ട് വീണ്ടും കെട്ടണം അതിനെ. ലികുല്ലി ഫർദിൻ, ഓരോ ഫർദ് നിസ്കാരത്തിനും ഇത് വീണ്ടും കഴുകി ഒഴിവാക്കി നല്ലത് പുതിയത് വെച്ചിട്ട് കെട്ടണം. വൽ മുബാദറത്തു ബിസ്സലാത്തി, എന്നിട്ട് പെട്ടെന്ന് നിസ്കരിക്കുകയും വേണം. ഫലാ യുഅഖിറുഹ, അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് പിന്തിക്കാൻ പറ്റുമല്ലോ എനിക്ക്. ഇല്ലാലി മസ്ലഹത്തിഹ, വലാ യുഅഖിറുഹ ഇല്ലാലി മസ്ലഹത്തിഹ, നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി അല്ലാതെ നിസ്കാരത്തെ പിന്നെ ഇത് ചെയ്തതിനു ശേഷം പിന്തിക്കാനും പറ്റുമല്ലോ എനിക്ക്. നിസ്കാരത്തിന്റെ മസ്ലഹത്ത് എന്താ? കന്തിലാരി ജമാഅത്തിൻ ഔ ജുമുഅത്തിൻ ഔ ദഹാബിൻ ഇലൽ മസ്ജിദി ഔ ദഹാബിൻ ഇലാ മസ്ജിദിൻ. നിസ്കാരത്തിന്റെ മസ്ലഹത്ത് പെട്ടതാണ് ഇപ്പോൾ ഒരു ജമാഅത്ത്, കുറച്ച് ആൾക്കാർ വരുന്ന വെയിറ്റ് ചെയ്യാണ് ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജുമുഅ നിസ്കരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഔ ദഹാബിൻ ഇലാ മസ്ജിദ്, അല്ലെ പള്ളിയിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴികെ പിന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കടയിൽ കയറലൊന്നും പറ്റൂല എന്നർത്ഥം. വേഗം പോയിട്ട് നിസ്കരിക്കണം. വ യജിബു അലൈഹി വുളു ആനി ലിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് രണ്ട് വുളു എടുക്കണവന്. ഒന്നെന്താ, രണ്ട് വുളു എടുക്കണം എന്ന് പറഞ്ഞാൽ ഓ ഖുതുബ ഓതുന്ന ആളാണെങ്കിൽ ഖതീബാണെങ്കിലാണ് രണ്ട് വുളു എടുക്കണം എന്ന് പറഞ്ഞത്. അല്ലാത്തവനാണെങ്കിൽ ഒരു വുളു തന്നെ എടുത്താൽ മതി. വാങ്ക് കൊടുത്തതിന് ശേഷം ഒരു വുളു എടുത്തിട്ട് പിന്നെ നിസ്കരിച്ച് പോന്നാൽ മതി. ഖതീബാണെങ്കിൽ, ഖതീബ് നിത്യാശുദ്ധിക്കാരനാണെങ്കിൽ രണ്ട് വുളു എടുക്കണം. വുളുഇൽ ഖുതുബത്തൈനി, ഖുതുബ രണ്ടെണ്ണം ഓതാൻ വേണ്ടിയിട്ട് ഒരു വുളു, അത് കഴിഞ്ഞ് വേഗം പോയിട്ട് അടുത്ത വുളു എടുക്കണം. എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി വേറെ വുളു എടുക്കണം. ഇങ്ങനത്തെ കേസുകളൊന്നും ഉണ്ടാവില്ല. അള്ളാഹ് ആയിരിക്കും അങ്ങനത്തെ കേസ് തരാതിരിക്കട്ടെ. ഇനി
അൽ മാ ഉൽ മുത്തലഖു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിത്യാശുദ്ധി കാരണം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നുള്ളത്? ഉം, ഉം. നമ്മളെ നാട്ടിൽ പൊതുവെ ആൾക്കാർ അങ്ങനത്തെയൊക്കെ ഉണ്ടാകുമ്പോൾ അയാളിനി നിസ്കരിച്ചോളണം എന്നില്ല എന്നുള്ള ഒരു വെപ്പാണ്. ശരിക്കും നമ്മളിപ്പോൾ പഠിച്ചതാണ് ഫിഖ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം? ഓരോ നിസ്കാരത്തിന്റെ സമയത്തും ബുദ്ധിയുള്ള ആളാണെങ്കിൽ, ബുദ്ധി നീങ്ങിയിട്ടില്ല, നിസ്കരിക്കാൻ കഴിയും, അങ്ങനത്തെ നിസ്കരിക്കാൻ കഴിയുന്നല്ല, ഏത് മനുഷ്യനിക്കും നിസ്കരിക്കാൻ കഴിയും ബുദ്ധിയുള്ള കാലത്തോളം. അതിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ ഇരുന്ന് നിസ്കരിക്കും, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവന് കിടന്ന് നിസ്കരിക്കും. കിടക്കാൻ എന്തായാലും കഴിയുമല്ലോ, ബുദ്ധി ഉണ്ടാവുക എന്നുള്ളതല്ല മെയിൻ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ ഒന്നും നിസ്കാരം ഒരാളെ തൊട്ട് ഒഴിവായി പോകില്ല. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണിത്. പലർക്കും അറിയാത്തത് കൊണ്ടാണത്, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്. അപ്പം ബുദ്ധി നീങ്ങാത്ത കാലത്തോളം നമ്മൾ നിസ്കരിപ്പിക്കണം. നിസ്കരിപ്പിക്കാൻ ഈ രൂപത്തിൽ പിന്നെ ഈ മൂത്രവാർച്ച നിരന്തരമായിട്ടുണ്ടാകുന്ന ആളുകൾ കുറവായിരിക്കും. പിന്നെ അല്ലാത്ത ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, വുളു എടുപ്പിക്കുക, നിസ്കരിപ്പിക്കുക. ഇനി ഇങ്ങനെയുള്ള ആളുകൾക്ക് തന്നെയാണെങ്കിൽ, ഈ വാർച്ചയുള്ള ആളുകളാണെങ്കിലും അവർക്ക് സൂക്ഷ്മത എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ വക്തും നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ വേറെ മദ്ഹബുകളായിട്ട് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നുള്ള അന്വേഷിക്കണം. നമ്മുടെ മതബ് പ്രകാരം നിസ്കാരം ഒഴിവായി പോകുന്ന ഒരു സാഹചര്യമില്ല. ഷാഫി മതബ് പ്രകാരം ഒരു മനുഷ്യനിക്ക് അവൻ എന്താ പറയാ മുസ്ലിമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അവന്റെ നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രകാരം ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം, എപ്പോഴാണോ ശ്വാസം നിലക്കുന്നത് ആ ഒരു നിമിഷം വരെ എനിക്ക് നിസ്കാരം ഒഴിവായി പോകില്ല എന്നുള്ളതാണ്. അത് കടന്നുകൊണ്ടാണെങ്കിലും കഴിയുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ അത് ഒഴിവാക്കരുത് എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അതേ സമയത്ത് തീരെ എണീക്കാൻ കഴിയാത്ത രോഗിയാണ്, ശുദ്ധിയായി കൊടുക്കാനൊന്നും ആരുമില്ല, സ്വന്തമായിട്ട് കഴിയുകയില്ല, അയാള് മുത്താദിറാണ്, അയാൾക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയൂലല്ലോ ആ വിഷയത്തിൽ. ആളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കണം, അവരെ അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം, വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഇനി വേറെ ഏതെങ്കിലും മദ്ഹബ് പ്രകാരം ആ വിഷയത്തിൽ ചെറിയ ഇളവ്, ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ നിസ്കാരം രോഗികൾക്ക്, നല്ല വല്ലാത്ത പ്രയാസമുള്ള രോഗികൾക്ക്, തീരെ നിസ്കരിക്കാനൊക്കെ അത്രയും പ്രയാസമുള്ള രോഗികൾക്ക് ജംആക്കാൻ പറ്റുന്നതൊക്കെ ചില മസാലകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടെങ്കിലും നിസ്കാരം നടത്തുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുത്തലക്കായ വെള്ളം എന്താണ്, നമ്മൾ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. ഇനി അതിനെ പറ്റിയിട്ട ചർച്ച. കാണുന്നില്ലേ മുത്തലക്കായ വെള്ളം? അൽ മാ ഉൽ മുത്തലക്കു. മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ യുഷ്തറത്തു ലി കുല്ലി ത്വഹാറത്തിൻ മാഉൻ തഹൂറുൻ. നിരുപാധികം പറയുന്ന വെള്ളം എല്ലാ ശുദ്ധീകരണങ്ങൾക്കും ആവശ്യമാണ്. എല്ലാ ശുദ്ധീകരണം എന്ന് പറഞ്ഞാല് വുളു എടുക്കാന്, കുളിക്കാന്, നജസ് നീക്കാന്, ഈ ശുദ്ധീകരണങ്ങൾക്കെല്ലാം എന്ത് വേണം? തഹൂറായ വെള്ളാവണം. വഹുവ ത്വാഹിറു ഫി നഫ്സിഹി വൽ മുതഹിറു ലി ഗൈരിഹി. തഹൂറായ വെള്ളം നമ്മൾ പണ്ടേ കേൾക്കുന്നുണ്ട്. എന്താണ് ആ സംഭവം? അത് സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ചായ എന്ന് പറയുന്നത് എന്താണ്? തഹൂറായ വെള്ളമാണോ? അല്ല. കാരണം എന്താ? അത് സ്വയം ശുദ്ധിയുണ്ട്, നമുക്ക് കുടിക്കാൻ പറ്റും, അതുകൊണ്ടല്ലേ കുടിക്കാൻ പറ്റുന്നത്, സ്വയം ശുദ്ധിയുള്ളതുകൊണ്ട്. അതേ സമയത്ത് അതുകൊണ്ട് നമുക്ക് ചായക്ക് വേറൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയുമോ? അതില്ല. ചായ എവിടെ ഒഴിച്ചാൽ അവിടെ ഇങ്ങനെ വൃത്തികേടാവുക ചെയ്യുക അല്ലേ? അപ്പോൾ സ്വയം ശുദ്ധി ഉണ്ടാവണം, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയുകയും വേണം. ഖാലല്ലാഹു തആല വ അൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ. അള്ളാഹു പറഞ്ഞു, ആകാശത്തു നിന്ന് നാം നിങ്ങൾക്ക് തഹൂറായ വെള്ളത്തെ ഇറക്കി തന്നിരിക്കുന്നു. വയുഖാലു ലഹുൽ മാ ഉൽ മുത്ലഖു. ആ വെള്ളത്തെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ നിരുപാധികം വെള്ളം എന്നും പറയുന്നത്. എന്താണ് ഈ നിരുപാധികം വെള്ളം എന്ന് പറഞ്ഞാല്? വഹുവ മാ യഖഉ അലൈഹി ഇസ്മുൽ മാഇ ബിലാ ഖൈദിൻ. യാതൊരു ഒരു എന്താ പറയാ, ഖൈദ് എന്ന് പറഞ്ഞാല് ഒരു
ഒരു ഒരു ബന്ധിച്ചുകൊണ്ട് പറയേണ്ട അവസ്ഥയില്ലാത്തത്, ബന്ധിച്ചുകൊണ്ട് പറയേണ്ടതില്ല. ഇപ്പൊ ഉദാഹരണത്തിന് കമാ ഇൽ ബിഹാർ, കടൽ വെള്ളം, വൽ അൻഹാർ, പിന്നെ സോറി അങ്ങനെയല്ല, ബിലാ കൈദിന്, ഒരു കൈതും ഇല്ലാതെ പറയുന്ന വെള്ളം, റോസ് വെള്ളം, അല്ലെങ്കിൽ പിന്നെ ചായ വെള്ളം, അല്ലെങ്കിൽ ഉജാലന്റെ വെള്ളം, ഇങ്ങനെ പറയുന്ന അവസ്ഥയില്ലാത്ത നിരുപാധികം വെള്ളത്തിനാണ് നമ്മൾ മാവും മുത്തലക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതിപ്പോ എവിടുന്ന കിട്ടുക ഈ നിരുപാധികം വെള്ളം? കമാഇൽ ബിഹാരി, കടൽ വെള്ളം പോലെ. അതിനെപ്പറ്റി നമ്മൾ വെള്ളം എന്നാ പറയുള്ളൂ. അതിനെപ്പറ്റി ഉപ്പ് വെള്ളം, നമ്മൾ ഉപ്പുണ്ടെങ്കിലും ഉപ്പ് വെള്ളം എന്ന് നമ്മൾ പൊതുവെ പറയൂല. കടൽ വെള്ളം, വെള്ളമാണത്, വെറും വെള്ളമാണ്. വൽ അൻഹാരി, പുഴകളിലെ വെള്ളം. പുഴകളിലെ വെള്ളം എടുത്തു നോക്കിയാൽ ഇതിപ്പോ പുഴ നിന്നുണ്ടോന്ന് അവിടെ നിന്നുണ്ടോന്ന് തിരിയോ? അല്ലെ നമ്മൾ കിണറ്റിൽ നിന്ന് എടുത്തിയാന്നുള്ള വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. വൽ ആബാരി, കിണറ്റിലുള്ള വെള്ളം. ഇതിപ്പോ മഴ പെയ്തിട്ട് വന്ന വെള്ളമാണോ കിണറ്റിൽ നിന്ന് എടുത്ത വെള്ളമാണോ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നിരുപാധിക ഇതിനെപ്പറ്റി വെള്ളം എന്ന് പറയാൻ പറ്റുമോ? പറ്റും. വല്ല അംതാരി, മഴ പെയ്താൽ കിട്ടുന്ന വെള്ളം. ഈ വെള്ളങ്ങളൊക്കെ നിരുപാധികം വെള്ളങ്ങളാണ്. ഏതൊക്കെ? കടൽ വെള്ളം, പുഴവെള്ളം, കിണറ്റിലെ വെള്ളം, ആബാർ എന്ന് പറഞ്ഞാൽ കിണറ്റിലെ വെള്ളം, പിന്നെ വൽ അംതാർ, മഴവെള്ളം, മഴയിൽ നിന്ന് കിട്ടുന്ന വെള്ളം. ബി ഖിലാഫി നഹവിൽ ഖല്ലി, സുർക്ക ഒഴികെ. സുർക്കക്ക് എതിരായിട്ട്. കാരണം അത് സുർക്ക നമ്മൾ പറയുന്നത് തന്നെ, വെള്ളം തന്നെ പറയുന്നില്ല. പരമാവധി പറഞ്ഞാൽ സുർക്ക വെള്ളം എന്നേ പറയുള്ളൂ, വെറും വെള്ളം അതിനെ പറ്റി പറയൂല. വൽ മുത്തഗയ്യിരി കസീറൻ ബി താഹിരിൻ മുഖാലിത്തിൻ, അതുപോലെ വേറൊരു വെള്ളമാണ് വൽ മുത്തഗയ്യിരി കസീറൻ, ധാരാളമായിട്ട് പകർച്ച വന്ന വെള്ളവും, ബി ത്വാഹിരിൻ മുഖാലിത്തിൻ, അതിലേക്ക് കൂടിച്ചേർന്ന ഒരു താഹിറായ വസ്തു പോലെ, വസ്തു കാരണം കൊണ്ട്. ഉദാഹരണം, ചായപ്പൊടി ഉണ്ട്, ഇപ്പുറത്ത് പച്ചവെള്ളമുണ്ട് ഒരു ഗ്ലാസ്സിൽ. ഈ പച്ചവെള്ളം അതെന്താണ്? നിരുപാധികം വെള്ളമാണ്. ഈ ചായപ്പൊടി അതിലിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് ചായപ്പൊടി നജസാണോ? അല്ല, ശുദ്ധിയുള്ള സാധനം തന്നെ. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ പകർച്ച വരും, നല്ല പകർച്ച വരും. അങ്ങനെയുള്ള പകർച്ചയുള്ള വെള്ളവും പറ്റൂല. എങ്ങനെയുള്ള പകർച്ച വരുന്ന വെള്ളം? യുംകിനു സൗനുൽ മായി അൻഹു, ഈ വെള്ളത്തെ അതിൽ നിന്ന് സംരക്ഷിക്കാനൊക്കെ കഴിയും. ഇപ്പൊ നമ്മൾ ഇട്ടത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അതിപ്പോ ചായ ആയത്. അല്ലെങ്കിൽ അത് വെറും പച്ചവെള്ളമാണ്, നമുക്കൊന്നും എടുക്കാൻ പറ്റും. വേറൊരു ഉദാഹരണം, ദഖീഖി, പൊടിപടലങ്ങൾ പോലെ, പൊടികൾ പോലെ. ദഖീഖ് എന്ന് പറയുമ്പോൾ പല പൊടികളുണ്ടാവും. ഇപ്പൊ ചായപ്പൊടി ഒരു ഉദാഹരണം. വൽ മിദാദി, അതുപോലെ മഷി പോലെ. മഷി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പകർച്ചയാവുമല്ലോ. അപ്പൊ ഇങ്ങനത്തെ വെള്ളങ്ങൾ പറ്റൂല, നിരുപാധികം വെള്ളം വേണം. ആ നിരുപാധികം വെള്ളം എന്ന് പറയുന്നതാണ് കിണറ്റിൽ നിന്നും അതുപോലെ തന്നെ മഴയിലും പിന്നെ പുഴയിൽ നിന്നും കടലിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളം എന്നത്. ഈ വെള്ളം കൊണ്ടൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോ ഫകിലാഹുമാ ലാ യുസമ്മാ മാഅൻ, ഈ പറഞ്ഞ ദഖീഖ്, മിദാദ്, ഈ പൊടിയുള്ളതും അത് മഷി ഇറ്റിയതായിട്ടുള്ള വെള്ളം, അല്ലെങ്കിൽ ഇത് മഷി, ഇതിനെ പറ്റിയിട്ടൊന്നും വെള്ളം ഒന്നും നിരുപാധികം പറയൂല അല്ലേ? സോറി, അങ്ങനെയല്ല. കിലാഹുമ എന്ന് പറഞ്ഞാൽ ഈ സുർക്ക, അതുപോലെ തന്നെ ധാരാളമായി പകർച്ച വന്ന, ത്വാഹിറായ സാധനം കൊണ്ട് പകർച്ചയായ ധാരാളം പകർച്ച വന്ന വെള്ളങ്ങൾ, ഇതിനെ പറ്റിയൊന്നും പറയൂല. ലായുസമ മാ എന്ന് പറയൂല. ആരെങ്കിലും ചായന എടുത്തിട്ട് വെള്ളം എന്ന് പറയോ? വെറും വെള്ളം എന്ന് പറയോ? ഇല്ല. അപ്പൊ അതൊക്കെ എന്താണ്? മുത്തലക്കായ വെള്ളം എന്നതിന് മാറ്റമാണ്. വബി ഖിലാഫി മാ ഇൽ വർദി, റോസ് വാട്ടർ പോലെ, അതും പറ്റൂല. വൽ മുത്തനജ്ജിസി, മുത്തനജ്ജിസായ വെള്ളം പറ്റൂല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ബക്കറ്റ് വെള്ളമുണ്ട്, പറഞ്ഞിട്ട് എന്താ, അതിൽ കുട്ടി കുറച്ച് മൂത്രയിച്ചിന്, പറ്റൂല. വൽ മുസ്തഅമലി, ഉപയോഗിച്ച വെള്ള, ഇപ്പോ ഉളു അത് ആ ഉളുടുത്ത വെള്ളം, ഫർദിൽ ഉപയോഗിച്ച വെള്ളം. വൽ മുസ്തഅമലി ഫി ഫർദിൻ, അതും പറ്റൂല. കാരണം അത് ഓൾറെഡി യൂസ്ഡ് ആയ വാട്ടർ പറ്റൂല. ഫർദിൽ ഉപയോഗിച്ച വാട്ടർ പിന്നെ ഫർദിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ചാൽ ലാ യുത്ലഖു അലൈഹ ഇസ്മുൽ മായി. അതിന് നമ്മൾ പറയും. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ പറയും. ഫഇന്നഹ ലാ യുത്ലഖു അലൈഹ ഇസ്മുൽ മായി, അല്ല ഇത് കഴിഞ്ഞോട്ടെ, ഈ ഒരു ലൈനും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞല്ലേ. അപ്പോ വൽ മുസ്തഅമലി, ഈ ഉപയോഗിച്ച വെള്ളം, യൂസ്ഡ് വെള്ളം, ഏതിൽ ഉപയോഗിച്ച? ഫി ഫർലിൻ, ഫർലായിട്ടുള്ള ശുചീകരണത്തിൽ ഉപയോഗിച്ച വെള്ളം, അതും പറ്റൂല. കാരണം എന്താ? അതിന്റെ പ്രശ്നം എന്താ? ഈ പറഞ്ഞ വെള്ളങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ
ഫൈനഹ ലാ യുത്ലഖു അലൈഹ ഇസ്മുൽ മായി, ഈ പറഞ്ഞതിനെ പറ്റിയൊക്കെ പ്യുവർ വാട്ടർ എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഇല്ല മുക്കയ്യതൻ, പറയണമെങ്കിൽ അതിപ്പോ ഫർദ് ഉപയോഗിച്ച വെള്ളം, അല്ലെങ്കിൽ എന്താ പറയാ ഉജാല വീണ വെള്ളം, ചായപ്പൊടി ഇട്ട വെള്ളം, ചായ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നിരുപാധികം പറയാൻ കഴിയൂല. നിരുപാധികം നമുക്ക് വെള്ളം എന്ന് പറയാൻ പറ്റുക അൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ, പടച്ചോൻ ഇറക്കി തന്ന വെള്ളം എന്നതുപോലെ വരുന്ന വെള്ളം അത് കിണറ്റിലെയും പുഴയിലെയും കടലിലെയും മഴവെള്ളവും മാത്രമേ ഉള്ളൂ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ചോദിച്ചോളൂ. ഉം മുഖത്തിലെ വെള്ളം. ഉം ആ ആ അതെ, ആ വെള്ളം കൊണ്ടല്ലല്ലോ എടുക്കുന്നത്. നമ്മൾ രണ്ടാമത് വീണ്ടും പൈപ്പ് കാണിച്ചിട്ട് വെള്ളം എടുക്കണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇത് പ്രശ്നമാവുന്നതും പ്രശ്നമാവാത്ത രൂപം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒന്നും എടുത്ത് ഒരു കയ്യിൽ മുഖം കഴുകി, മുഖം കഴുകിയിട്ട് വെള്ളം വരുന്നില്ല ഇങ്ങനെ പിടിച്ചു വെച്ചു, അപ്പൊ അത്യാവശ്യം കയ്യിൽ കുറച്ചുണ്ട്, അതിലേക്കാണ് ബാക്കി പൈപ്പ് നിന്ന് കാണിച്ചിട്ട് എടുക്കുന്നതെങ്കിൽ ഇത് മുസ്താമൽ എന്ന് പറയാം. ആ സമയത്ത് ഞാൻ മുഖം കഴുകിയ സമയത്ത് ഇങ്ങനെ തടവിയ സമയത്ത് മുഖത്ത് നിന്ന് തട്ടിയ വെള്ളം, ഈ നനവ് ഇങ്ങനെ കൈമിലുണ്ട്, ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞ വെള്ളം ഒന്നും വരെയില്ല, കാരണം ജസ്റ്റ് നനവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായോ? വെറുതെ ഇനി വസ്വാസ് ആവണ്ട മസാല പഠിച്ചിട്ട്. അങ്ങനെ ഉണ്ട് ചിലവര്, നിങ്ങളെ പറ്റിയല്ല കേട്ടോ പറയുന്നത്, നിങ്ങളെ ഷറ, ചിലവര് പഠിച്ചിട്ട് എന്ത് ചെയ്യും, വസ്വാസ് കൂടും. അങ്ങനെ ഉണ്ടാവരുത്. ഓക്കെ, ഫർദിൽ ഉപയോഗിച്ച വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുളൂഇൽ ഉപയോഗിച്ച വെള്ളം. നിർബന്ധമായി വുളൂഇൽ ഉപയോഗിച്ച വെള്ളം എന്ന് പറയുമ്പോൾ ആ മേത്ത് കയ്യിലിങ് എടുത്തിട്ടുള്ള വെള്ളത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏത് വെള്ളം വിടൂല, ബാക്കി വന്ന ബക്കറ്റിൽ ബാക്കി വന്ന വെള്ളം കുഴപ്പമില്ല, അത് തൗറാണ്. അതിൽ വെള്ളം, ആ ഒരു സെക്കൻഡ്, ഇത് ഫുൾ ആയിക്കോട്ടെ. അതിനെ പറ്റിയിട്ടാണ് ഉപയോഗിച്ച വെള്ളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിർബന്ധമായ കുളി, ഇപ്പൊ ജനാപത്തുകാരൻ കുളിച്ചിട്ട് മേത്ത് കൂടിയിട്ടുന്ന വെള്ളം ഇല്ലേ, ആ വെള്ളം ശേഖരിച്ച് വെച്ച് അതിനെ കൊണ്ട് പിന്നെ ഒതുടുക്കാനോ കുളിക്കാനോ പറ്റൂല, കാരണം അത് നിർബന്ധമായ കഴുകലിൽ ഉപയോഗിച്ച വെള്ളമാണ്, അത് പറ്റൂല എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ചോദിച്ചോളെ. ഉം 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 അപ്പൊ എന്ത് നിങ്ങൾ എടുക്കുന്ന വെള്ളം, ഒരു പാട്ടാന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ ബക്കറ്റ് നിന്ന് എടുക്കുന്നത്? ആ ആ മനസ്സിലായി മനസ്സിലായി. ഉം അത് ബുദ്ധിമുട്ടുണ്ട്, രണ്ടാമത്തെ കൈകളിനെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഉസ്താമാർ എന്ത് പറയല്, ഒന്നെടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പൈപ്പിന്റെ അടുത്ത് ഒന്നെടുക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ കഴുകി കഴിഞ്ഞ് ആ കൈകളിൽ തന്നെ ചിലപ്പോൾ എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ രണ്ടാമത്തെ കൈകളിലേക്ക് വെള്ളം എത്തുന്നത്. അപ്പൊ അങ്ങനത്തെ കേസിൽ രണ്ടാമത്തെ വെള്ളത്തിലും നിർബന്ധമായ കൈകൾ ചിലപ്പം വരും, അപ്പൊ പിന്നെ വാലിഡിറ്റിയെ ബാധിക്കും. അപ്പൊ വെള്ളം കൊണ്ട് മുഖം കഴുകുമ്പോൾ എപ്പോഴും എങ്ങനെ കഴുകണം എന്ന് പറഞ്ഞാൽ, വെള്ളം ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മുകളിൽ കൂടെ എന്ത് ചെയ്യണം, കഴുകണം. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കഴുകുന്ന അവസ്ഥ ഉണ്ടാവരുത്. മനസ്സിലായോ? മനസ്സിലായില്ലേ? വിഷയം മനസ്സിലായില്ലേ? തുള്ളികൾ തട്ടാതെ സൂക്ഷിക്കണം, നിർബന്ധമാണ്. കാരണം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നേരെ മേത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഉപയോഗിച്ച വെള്ളം ഇറ്റും, അപ്പൊ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറയുന്നത് തല കുറച്ച് ബാക്കിൽ വേണം, കൈ കുറച്ച് മുന്നോട്ട് പോകണം, എന്നിട്ട് മോൾ ഭാഗത്ത് കൂടെയാണ് മുഖം കഴുകേണ്ടത്. ഇങ്ങനെ കഴുകരുത്. വിഷയം മനസ്സിലായില്ലേ? മസാല മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. ആ അതിൽ അതിൽ പരമാവധി തെറിക്കാതെ നോക്കുക എന്നുള്ളതാണ്. തെറിക്കാത്ത പോലത്തെ തന്നെ അത് ചെയ്യണം.
ആ സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ ഇടുന്ന സമയത്ത് നമ്മളെ കൈമിലുള്ള ചെറിയ നനവ് ചിലപ്പോൾ ഒരു തുള്ളിയാറ്റം അങ്ങോട്ട് ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ആ അവിടെ ഒരു പ്രശ്നമുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട മസാലയാണ്. അത് ഈ കിതാബിൽ പറയുന്നുണ്ടോന്ന് അറിയില്ല, ഫതുഹിൽ മുയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഈ ഇഗ്തിറാഫ് എന്ന് പറയും അതിന്. എന്ത് പറയും? ഇഗ്തിറാഫ് എന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഒരു കുടത്തുനിന്നാണ് വെള്ളം എടുക്കുന്നത് കൂട്ടിക്ക്, ഒരു ചെറിയൊരു കുടം, നമുക്ക് അതേ ഇപ്പൊ ഉപയോഗിക്കാനുള്ളൂ. അങ്ങനത്തെ സാഹചര്യങ്ങൾ ചിലപ്പോൾ വരാം. അതും നമുക്കിപ്പോ ഇനി മൊത്തം ഒതുകൊടുത്തിട്ട് ചെയ്യണം. അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ എടുത്തു കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വെള്ളം ഇറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? താഹിറായ വെള്ളത്തിലേക്ക് ഈ മുസ്തമലായ വെള്ളം ചേരുന്ന പ്രശ്നം വരും. അതുകൊണ്ടാണ് അവിടെ ഇഗ്തിറാഫിന്റെ നിയത്ത് വെക്കണം. ഇഗ്തിറാഫ് എന്ന് പറഞ്ഞാൽ കോരുക എന്ന് പറഞ്ഞാല്, ഞാനിപ്പോ കഴിഞ്ഞ് ഒരു മുഖം കഴുകി കഴിഞ്ഞ് ഇനി ആ വെള്ളം എടുക്കുന്ന സമയത്ത് ഞാൻ ഉളു എടുക്കുന്നു എന്നുള്ള നിയത്ത് ഉണ്ടാവരുത്. ഉളു എടുക്കാന്നുള്ള സാധനം മാറ്റിയിട്ട് ഞാൻ ഇഗ്തിറാഫിന്റെ നിയത്ത് വെക്കുന്നു എന്ന് വെച്ചാല് ഞാൻ കോരുക എന്നുള്ള നിയത്താണ് ഇപ്പൊ വെക്കുന്നത് എന്ന് മനസ്സിൽ കരുതുക. എന്നിട്ട് വെള്ളം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, കുപ്പിയിൽ പ്രശ്നം വരുന്നില്ല. കാരണം കുപ്പി എന്ന് പറയുന്നത് നമ്മളിപ്പോ പൈപ്പ് ഉപയോഗിക്കുന്ന പോലെയല്ലോ യൂസ് ചെയ്യാ. ഏയ്, കുപ്പിയിലല്ല ഞാൻ പറഞ്ഞ പ്രശ്നം വരുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ മസാല വരുന്നത് കുടത്തുനിന്ന് വെള്ളം എടുക്കുമ്പോഴാണ്. പണ്ടത്തെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഈ കോരാനുള്ള കോപ്പയോ പാട്ടയോ ഇല്ലാത്ത അവസ്ഥയിൽ ചിലപ്പോൾ അത് ആവശ്യം വരും. അതിൽ പോലും നമുക്ക് കൈയിട്ടിട്ട് കൊടുക്കാനുള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത്. ഒരു ഹൗദ് പോലെ ഉപയോഗിക്കാം കുറച്ച് വെള്ളമാണെങ്കിലും. എങ്ങനെ? ഇഗ്തിറാഫിന്റെ നിയത്ത് വെച്ചുകൊണ്ട്. ഞാനിപ്പോ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ മതിയാക്കരുത്, അത് കുറച്ച് വിശാലമായിട്ടുള്ള മസാലയാണ്. നമുക്ക് പിന്നീട് ഒരിക്കലും ഇൻഷാ അല്ലാഹ് അത് ചർച്ച ചെയ്യാം. അതിപ്പോ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആവശ്യം വരുന്ന ഒരു മസാലയല്ല പൊതുവെ. എന്തേലും നമുക്ക് കോരാനോ കോപ്പയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കുപ്പിവെള്ളമായിരിക്കും. കുപ്പിവെള്ളം നമ്മൾ പൈപ്പ് നയിക്കുന്ന പോലെ ഒരു കൈ കൊണ്ട് ഒന്ന് കൊടുത്താൽ മതി. ഏയ്, ഒരു കൈ കൊണ്ട് കൈമിലാക്കുക, എല്ലായിടത്തും പരമാവധി ആക്കുക, അടുത്ത 3 കൈകൾ കൊണ്ട് ഫുള്ളാക്കാൻ നോക്കാം. ഉം. എങ്ങനെ? ഇല്ല, 2 കൈ ഉപയോഗിച്ചോണ്ട് നിർബന്ധമൊന്നുമില്ല. വെള്ളം എത്തുക എന്നുള്ളതാണ് നിബന്ധന. നമ്മള് പറഞ്ഞല്ലോ, വെള്ളം എത്തുക. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് നബിതങ്ങൾ ചെയ്തത്? എങ്ങനെ? 2 കൈ കൊണ്ടാണ്. ഇനി പെടുന്ന സാഹചര്യങ്ങളിൽ ഇപ്പൊ ഒരു കുപ്പി ഒഴിക്കണം ഒരു കൈ കൊണ്ട്, അങ്ങനെ പെടുന്ന സാഹചര്യങ്ങളിൽ പറ്റും. ഉം. ഇനി വേറെ ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നിർത്താൻ പറ്റും. വഖഫ് ഉണ്ട് അല്ലേ? ആ, നമ്മൾ കുറെ വിഷയങ്ങൾ പറഞ്ഞു. ഇനി അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ചർച്ച ചെയ്തത് എന്താ? വുളുവിനെ പറ്റി പറഞ്ഞു, അതിന്റെ നിബന്ധനകൾ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. നിത്യാശുദ്ധിക്കാരൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓരോ നിസ്കാരത്തിനും അവന് ഒതു എടുത്തിരിക്കണം. ഒതു എടുക്കുന്ന സമയത്ത് വെറുതെ ഒതു എടുത്താൽ പോരാ, അവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി കഴുകി പുതിയ സാധനം വെച്ചിട്ട് കെട്ടിയിട്ടൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, പമ്പേഴ്സ് ആണെങ്കിൽ പമ്പേഴ്സ് അങ്ങനത്തെ വെച്ച് കെട്ടി യൂസ് ചെയ്തിട്ട് വേണം നിസ്കരിക്കാൻ. പിന്നെ പറഞ്ഞത് എന്താണ് തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞു. നിരുപാധികം വെള്ളം എന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റണം. അത് എന്തിൻ്റെങ്കിലും വെള്ളം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. നിരുപാധികം വെള്ളത്തിന്റെ ഉദാഹരണം പ്യുവർ വാട്ടറിന്റെ ഉദാഹരണമാണ് കടലിലെ വെള്ളം. കടലിലെ വെള്ളത്തിന് ഉപ്പുണ്ടല്ലോ എന്നുള്ള പ്രശ്നമല്ല, അത് അതിന്റെ സ്വഭാവമാണ്. പിന്നെ പുഴകളിലെ വെള്ളം, അതുപോലെ തന്നെ കിണറ്റിലെ വെള്ളം, മഴവെള്ളം, ഈ 4 സ്വാഭാവിക വെള്ളങ്ങളുടെ ഉദാഹരണം. ഇനി തോടുത്ത വെള്ളം എന്ന് ചോദിക്കണ്ട. തോടുത്ത വെള്ളം എന്ത് പുഴയിലെ വെള്ളം എന്ന് പറഞ്ഞതിനുള്ളിൽ പെടുന്നതാണ്. ഓക്കെ, ഇത്രയും വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇനി കൂടുതൽ വിഷയങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും ഇടപെടാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആ ആ ഉം. ഉളുവിൽ പ്രശ്നമൊന്നും പറ്റൂല. ആ വെള്ളം ഈ ഫർലായതിന് ഉപയോഗിക്കാൻ പറ്റൂല. നമ്മളിപ്പോ പറഞ്ഞ ഉളുവിനോ കുളിക്കോ ഉപയോഗിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. മുസ്തമലായ വെള്ളമാണ്, അത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക, വണ്ടി കഴുകാൻ യൂസ് ചെയ്യുക, അതിനൊന്നും പ്രശ്നമില്ല. അതിൽ നജസ്സൊന്നും ഇല്ലാണ്ട് നിന്നാൽ മതി. ഇല്ല, കാലിലാവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, ഇല്ല ഇല്ല, ആവുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല.
നജസായ വെള്ളങ്ങളാണ് കാലിലാവാതിരിക്കേണ്ടത്. നജസായ വെള്ളം ആയാൽ പിന്നെ അത് കഴുകി പോക്കണം. കാരണം മുത്തനജസായ വെള്ളം വീണ്ടും കാല് ശുദ്ധിയല്ലല്ലോ, അപ്പൊ നജസായല്ലോ കാലുമ്മല്. ഇനി എന്താ പറയാ, ഉപയോഗിച്ച വെള്ളം അങ്ങനെ മേലിൽ കാൽമേൽ ഒഴിച്ചോളം എന്നില്ല എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അത് ഒഴിവാക്കാനുള്ള വെള്ളമാണ്. അത് വേണമെങ്കിൽ ചെടിക്കോ മറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ആയതുകൊണ്ട് കുഴപ്പമില്ലതാനും. നിങ്ങൾ അതാണ് ചോദിച്ചാലേ, ആയതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഓക്കെ, എന്നാൽ സ്വലാത്തല്ല സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.